ആദ്യ നൂറ്റാണ്ടിലെ പ്രമുഖ ക്രൈസ്തവ വിശ്വാസ കേന്ദ്രങ്ങളായിരുന്നു റോം, ജെറുസലേം, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ത്യോക്യ തുടങ്ങിയ സ്ഥലങ്ങൾ. ഇവിടങ്ങളിലെ സഭകളെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും സഭാജീവിതത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കും. നമ്മൾ ഈ എപ്പിസോഡിൽ വളരെ പ്രത്യേകമായി കാണുന്നത് അന്ത്യോക്യൻ സഭയെക്കുറിച്ചും അവിടുത്തെ വിശ്വാസികളുടെ ജീവിതത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാവുന്നതുപോലെ പൗരസ്ത്യ റോമിൻ്റെ ഒരു പ്രധാന പട്ടണമായിരുന്നു അന്ത്യോക്യ. അലക്സാണ്ട്രിയ കഴിഞ്ഞാൽ പൗരസ്ത്യ ദേശത്തുള്ള പ്രധാന സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ആ നാളുകളിലെ വലിയ 3 പട്ടണങ്ങളിൽ ഒരു പട്ടണമായിരുന്നു അന്ത്യോക്യ. ഇവിടെ പല സ്ലീഹന്മാരും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ സഭ വളരുന്നതിന് ഏറെ സഹായിച്ചിട്ടുണ്ട്. പാലസ്തീനയിലെ സഭയുടെ ഒരു തുടർച്ചയാണ് അന്ത്യോക്യൻ സഭ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പെന്തക്കോസ്ത് ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. അന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും ഉള്ള യഹൂദരും വിജാതീയരും ഒക്കെ ആയിരുന്നു. അവർ സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെട്ടു, കർത്താവിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഇതിനുശേഷം ജെറുസലേമിൽ വലിയ മതപീഡനമുണ്ടായപ്പോൾ വിശ്വാസികളും അപ്പസ്തോലന്മാരും പലയിടങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. അങ്ങനെ ചിലർ അന്ത്യോക്യയിൽ സുവിശേഷം പ്രഘോഷിച്ചു, പലരെയും മാനസാന്തരപ്പെടുത്തി. അവരിൽ ഏറിയ പങ്കും വിജാതീയ ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ അന്ന് ആ സഭയിലുണ്ടായ ഒരു പ്രധാന പ്രശ്നം യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും തമ്മിൽ വിശ്വാസം സംബന്ധിച്ച ഒരു തർക്കമായിരുന്നു. യഹൂദ വിശ്വാസത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ ഇപ്രകാരം പറഞ്ഞു: വിജാതീയർ ക്രിസ്ത്യാനികളായി മാറണമെങ്കിൽ ആദ്യം യഹൂദ നിയമങ്ങൾ മനസ്സിലാക്കണമെന്നും അതിനുശേഷം ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കണമെന്നും. ഇതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കുന്ന അന്നത്തെ സഭാ നേതാക്കന്മാർ ഒരു സിനഡ് കൂടുകയും ജെറുസലേമിൽ അപ്രകാരമുള്ള സിനഡിൽ വെച്ച് അവർ പരിശുദ്ധാത്മ പ്രേരിതരായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. ആ തീരുമാനപ്രകാരം അന്ന് ആ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അവരെ നയിച്ചിരുന്ന പരിശുദ്ധാത്മാവ് അവരെ ശരിയാവണ്ണം നയിക്കുകയായിരുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ഇന്ന് നമ്മളായിരിക്കുന്ന സഭയിലും ഒരുപക്ഷെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ ഇന്നും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിമോചിപ്പിക്കുവാൻ ശക്തനാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മളെ വിട്ടുകൊടുക്കണമെന്ന് മാത്രം. നമ്മൾ അവൻ്റെ സ്വരം ശ്രവിച്ച് അവനെ അനുസരിച്ച് മുൻപോട്ട് പോകണമെന്ന് മാത്രം. സഭാമക്കൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം തൻ്റെ ആത്മാവിലൂടെ ഇന്നും സഭയിൽ പ്രവർത്തന നിരതനാണ്. AD 180കളിൽ അന്ത്യോക്യയിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത് വളരെ പരിഹാസമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ നാട്ടിലെ വിശ്വാസികൾ ഇതെല്ലാം സഹിച്ചു. പത്രോസ്ലീഹ റോമിലേക്ക് പോകുന്നതിന് മുമ്പ് തുടർച്ചയായി 7 വർഷം അവിടെ സുവിശേഷം പ്രഘോഷിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ അന്ത്യോക്യൻ സഭയിൽ നിന്നാണ് സ്ലീഹന്മാർ പല സ്ഥലങ്ങളിലേക്കും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് കടന്നുപോയത്. നമ്മൾ ഇതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് വചനം പറയുക: അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബാർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിരേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ
ഹെറോദോസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർനബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കയ്യൊപ്പ് നടത്തി പറഞ്ഞയച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ പല പ്രദേശങ്ങളിലേക്കും കടന്നു ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുകയും അനവധി വ്യക്തികളെ ശിഷ്യന്മാരാക്കി മാറ്റുകയും ചെയ്തു. സഭയിൽ അന്നു പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തന നിരതനാണ്. ആരൊക്കെ തങ്ങളുടെ ജീവിതങ്ങൾ യേശുക്രിസ്തുവിനായി സമർപ്പിക്കുന്നുവോ ആ വ്യക്തികളിലൂടെ ഇന്നും സഭയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. ഇതിനും പുറമെ അന്ത്യോക്യൻ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വലിയ ഉദാരമതികളായിരുന്നു എന്നാണ്. ജെറുസലേമിലെ വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ ക്ഷാമമുണ്ടായപ്പോൾ അവർ അവരെ സഹായിക്കുന്നതായിട്ട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള കച്ചവട ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ അന്ത്യോക്യയ്ക്ക് ഒരു വലിയ റോളുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ പട്ടണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവിടെ സഭ തഴച്ചു വളർന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് അന്ത്യോക്യൻ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ വേദനയാണ് ഉണ്ടാകുക. കാരണം ഇന്ന് ആ പഴയ പ്രതാപമുള്ള സഭയില്ല. അപ്പസ്തോലന്മാരാലും പ്രവാചകന്മാരാലും വളർത്തപ്പെട്ട നട്ടുനനയ്ക്കപ്പെട്ട ആ സഭയ്ക്ക് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു. ആ സഭയുടെ നാശത്തിന് കാരണം പലതാണ്. എങ്കിലും നമ്മൾ പ്രധാനമായും പരിശോധിക്കുമ്പോൾ ഭിന്നതയും മാത്സര്യവും അഹങ്കാര വടംവലിയും ദൈവശാസ്ത്രത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളും. എങ്കിലും നാം പ്രധാന കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസ സമൂഹങ്ങൾക്കും സഭാ നേതൃത്വങ്ങൾക്കും ഇടയിലുള്ള ഭിന്നതയും മാത്സര്യവും പരസ്പരം സ്നേഹമില്ലായ്മയും തെറ്റായ ദൈവശാസ്ത്ര വ്യാഖ്യാനവും ഒക്കെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സഭയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ഈ കാരണങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യമില്ലേ? നമ്മളായിരിക്കുന്ന കേരള സഭയിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടമല്ലേ ഇത്? ദൈവത്തിൻ്റെ മക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമല്ലേ? പണ്ട് അന്ത്യോക്യൻ സഭയെ തകർത്തതുപോലെ പിശാചിൻ്റെ ചില ദുഷ്ട പ്രേരണകൾ നമ്മുടെ സഭയിലും പടർന്നു കയറുന്നില്ലേ? നമുക്കിടയിലും ചില മാത്സര്യങ്ങൾ ഉണ്ടാകുന്നില്ലേ? സ്നേഹക്കുറവ് ഉണ്ടാകുന്നില്ലേ? വിശ്വാസത്തിൽ നിന്നുള്ള ഒരു വ്യതിചലിക്കൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നില്ലേ? ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ കർത്താവിൻ്റെ സഭയെ തകർക്കാൻ ഒരിക്കലും നമ്മൾ കാരണമായി മാറരുത്. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിനോട് ചേർത്ത് വെക്കാം. സഭയുടെ ഐക്യത്തിനായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. അന്ത്യോക്യൻ സഭയുടെ ഒരു നെടുന്തൂണാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അല്പമൊന്ന് മനസ്സിലാക്കാം. AD 35 മുതൽ 107 വരെയാണ് പൊതുവെ ഈ വിശുദ്ധൻ്റെ കാലഘട്ടമായി പരിഗണിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ പേരിൻ്റെ ആദ്യഭാഗമായ ഇഗ്നസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അഗ്നി എന്നാണ്. തൻ്റെ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഈ വിശുദ്ധൻ കർത്താവിൻ്റെ ഒരു തീജ്വാലയായി ദൈവസ്നേഹത്തെ പ്രതിയും സഭാസ്നേഹത്തെ പ്രതിയും വിശ്വാസികളെ പ്രതിയും തീഷ്ണതയാൽ ജ്വലിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പിൻ്റെ സുഹൃത്തായിരുന്നു. വിശുദ്ധ യോഹന്നാനെയും വിശുദ്ധ പൗലോസിനെയും അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സഭാപിതാവായ ഒരിജിൻ വിശുദ്ധ പത്രോസിന് ശേഷം രണ്ടാമത്തെ അന്ത്യോക്യയിലെ ബിഷപ്പായി അദ്ദേഹത്തെ കാണുന്നു. എന്നാൽ മറ്റു ചിലർ അദ്ദേഹത്തെ മൂന്നാമത്തെ ബിഷപ്പായിട്ടാണ് പരിഗണിക്കുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാന ചരിത്രം ഇപ്രകാരമാണ്.
മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു കയ്യിലെടുത്ത ശിശുവാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് എന്നാണത്. ഇതിനു പുറമെ അദ്ദേഹം അസാധാരണമായ വിശ്വാസമുള്ള ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു. തൻ്റെ പ്രസംഗം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ജീവിതം കൊണ്ടും എല്ലാ സമയത്തും വിശ്വാസികളെ വിശ്വാസ തീഷ്ണതയിലും ക്രിസ്തു സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്തുവാൻ ആ വിശുദ്ധന് കഴിഞ്ഞിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ പഠനങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ഊന്നിയിരുന്നത്. 1 യേശു ക്രിസ്തു, 2 വിശുദ്ധ കുർബാന, 3 സഭയിലെ ഐക്യം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ എല്ലാ സഭകളിലും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വവും മനുഷ്യത്വത്തെക്കുറിച്ചും ആദ്യമായി പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് വളരെ വ്യക്തത നൽകുകയും ചെയ്ത സഭാപിതാവ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: യേശു ക്രിസ്തു ദൈവപിതാവിൻ്റെ സൃഷ്ടിക്കപ്പെടാത്ത മേരിയിൽ ജനിച്ച പുത്രനാണ് എന്ന്. ഇതിനും പുറമെ അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു: യേശു ക്രിസ്തു നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വൈദ്യനാണ്. നമ്മുടെ എല്ലാ മുറിവുകളും തളർച്ചകളും മാറ്റുന്ന ദിവ്യ ഔഷധമാണ് അവിടുത്തെ നാമമെന്ന്. അദ്ദേഹം പലപ്പോഴും തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നത്, ഞാൻ യേശുവിൻ്റെ ഒരു പൂർണ്ണനായ ശിഷ്യനല്ല എന്നായിരുന്നു. കാരണം യേശുവിൻ്റെ പൂർണ്ണനായ ഒരു ശിഷ്യനാകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ പീഡാസഹനം ഏറ്റെടുക്കുകയും അവസാനം രക്തസാക്ഷിത്വം വരിക്കുകയും വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിൽ അദ്ദേഹം അടിയുറച്ചു നിന്നിരുന്നു. ഇതിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഈ ലോകത്തെ രാജ്യങ്ങളുടെ മുഴുവൻ അധിപനായാലും എനിക്കൊരു സന്തോഷവുമില്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായ സന്തോഷം എനിക്ക് നൽകുന്നത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോഴാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ വിശുദ്ധനിൽ വിളങ്ങിയിരുന്ന ക്രിസ്തു സ്നേഹം, ദൈവസ്നേഹം, അതിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുവാൻ ഇത് നമ്മളെ ശക്തിപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. സ്മിർനായിലെ സഭയ്ക്കെഴുതിയ ഒരു കത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: സഭാസംബന്ധമായ ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യുമ്പോഴും അവിടുത്തെ ബിഷപ്പിൻ്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി വേണം അവ ചെയ്യാൻ. കാരണം അതിനായി ദൈവത്താൽ നിയമിതനായിരിക്കുന്നത് ഒരു ബിഷപ്പാണ്. ദൈവപിതാവിനെ യേശുക്രിസ്തു അനുസരിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ അനുസരിക്കണം. അപ്പസ്തോലന്മാരെ എന്ന പോലെ വൈദികരെയും. ഇതാണൊരു സഭാ കൂട്ടായ്മയെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹൈറാർക്കിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു സമയമാണിത്. അദ്ദേഹം വീണ്ടും വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞു: ഒരു ബിഷപ്പോ അല്ലെങ്കിൽ അദ്ദേഹം നിയമിക്കുന്ന വൈദികനോ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടതെന്ന്. ഈശോ എവിടെ സന്നിഹിതനാണോ അവിടെ കത്തോലിക്ക സഭ ഉള്ളതുപോലെ ബിഷപ്പ് എവിടെ സന്നിഹിതനാകുന്നുവോ അവിടെ വിശ്വാസ സമൂഹം കൂടിച്ചേരട്ടെ എന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, അനുസരണത്തിൻ്റെ ഒരു വലിയ പാതയാണ് ഈ വിശുദ്ധൻ നമുക്കായി തുറന്നു വെക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസ സമൂഹം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെക്കുറിച്ച് ദൈവാത്മാവിനാൽ പ്രേരിതനായി വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന തർക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസ സമൂഹം സ്വീകരിക്കേണ്ട വഴികളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമുക്ക് ഈ വിശുദ്ധനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. നമുക്ക് കർത്താവിനോടും അവിടുത്തെ സഭയോടും സഭാ അധികാരികളോടും നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം നമുക്കതിനുള്ള കൃപ പ്രദാനം ചെയ്യട്ടെ. AD 105 ട്രാജൻ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചു. പാർത്തിയായിലെ സമരം കഴിഞ്ഞ് മടങ്ങുന്ന വഴി അദ്ദേഹം വിശുദ്ധ ഇഗ്നേഷ്യസിനെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു: ഈ നാട്ടിലെ ജനങ്ങളോട്
ചക്രവർത്തിയോട് അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ പിശാചല്ല. ദൈവദാസന്മാരെ കാണുമ്പോൾ പിശാച് ഓടുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്. ഞാൻ ജൂപ്പിറ്ററിൻ്റെ പിശാചാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. വിശുദ്ധ ഇഗ്നേഷ്യസിനെ പിടിച്ച് റോമിൽ കൊണ്ടുപോയി പൊതുവിനോദ ദിവസം വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകുവാൻ ചക്രവർത്തി കൽപ്പിച്ചു. ഇത് കേട്ട ഉടനെ വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, അങ്ങയോടുള്ള എൻ്റെ വിശ്വാസത്തെ പ്രതി എൻ്റെ ജീവൻ അങ്ങയ്ക്കായി നൽകിക്കൊണ്ട് അങ്ങയോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കുവാൻ അങ്ങനെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നുവെന്ന്. നമ്മൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ഉജ്ജ്വലിക്കുന്നില്ലേ? എന്തൊരു വിശ്വാസമാണിത്, എന്തൊരു സ്നേഹമാണിത്! ഈ വിശുദ്ധനിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് തന്നെയല്ലേ നമ്മിലും പ്രവർത്തിക്കുന്നത്? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾക്കായി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്കുള്ള യാത്ര അത് ശരിക്കും ഒരു കുരിശിൻ്റെ വഴി തന്നെയായിരുന്നു. യാത്രാമധ്യേ ഈ വിശുദ്ധനെ കാണുവാൻ മെത്രാന്മാരും വൈദികരും വിശ്വാസികളും എല്ലാം കൂട്ടം കൂട്ടമായി വന്നു. അദ്ദേഹം എല്ലാവരെയും ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി, വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞു. സ്മിർനായിൽ വെച്ച് അദ്ദേഹം പോളികാർപ്പിനെ ആശ്ലേഷിച്ചു. എഫേസസുകാർക്ക് അദ്ദേഹം ഇപ്രകാരം എഴുതി: ഞാൻ എൻ്റെ ഈ ചങ്ങലയെ അത്യധികമായി സ്നേഹിക്കുന്നു. അതെനിക്ക് നിധിയേക്കാൾ വിലപ്പെട്ടതാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതിയുള്ള പവിഴമാലയാണ് എന്ന്. റോമാക്കാരോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഒരു വിധത്തിലും യാതൊരു സ്വാധീനവും ഉപയോഗിച്ച് എൻ്റെ വധശിക്ഷ റദ്ദാക്കരുത്. അതുമൂലം ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന്. അദ്ദേഹം പിന്നീട് ഇങ്ങനെ അവരോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അദ്ദേഹം അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ്. ക്രിസ്തുവിൻ്റെ നിർമ്മല അപ്പമായി വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ കടിച്ച് പൊടിയാക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അവ തൊടാറില്ല, എന്നാൽ എൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അദ്ദേഹത്തിൻ്റെ മറ്റു ചില വാക്കുകൾ ഇപ്രകാരമാണ്: സിംഹങ്ങൾ എന്നെ കടിക്കുമ്പോൾ അവ എൻ്റെ അസ്ഥികളോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതിരിക്കട്ടെ എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ആ വിശുദ്ധൻ്റെ പ്രാർത്ഥന പോലെ സിംഹങ്ങൾ ആ വിശുദ്ധൻ്റെ വലിയ അസ്ഥികളൊഴികെ ബാക്കിയെല്ലാം ഭക്ഷിച്ചു. എന്നാൽ പിറ്റേ ദിവസം അദ്ദേഹം തൻ്റെ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പരിശുദ്ധമായി സൂക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് നിങ്ങളുടെ ശരീരങ്ങളിലാണ്. നിങ്ങളുടെ ശരീരങ്ങളുടെ പരിശുദ്ധി ശത്രുക്കളെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും. ഐക്യത്തെ സ്നേഹിക്കുക, ഛിദ്രത്തെ വെറുക്കുക. ക്രിസ്തു പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ അന്ത്യോക്യൻ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മൾ എത്ര സൂക്ഷ്മമായി നമ്മുടെ സഭാത്മക ജീവിതം നയിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും സഭയിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഒപ്പം തന്നെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ജീവിതം നമുക്കൊരു വലിയ പ്രചോദനമേകട്ടെ. ക്രിസ്തു ശിഷ്യനായി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് സഭാത്മക ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു ക്രൈസ്തവ വിശ്വാസ കേന്ദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.